ബീഫിന്റെ പേരിൽ കേരള ഹൌസിൽ ദില്ലി പോലീസ് പരിശോധന നടത്തിയതിനെതിരെ വൻ പ്രതിഷേധം. കേരള ഹൌസ് സംഭവം കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പരിശോധനയുടെ പേരിൽ ബീഫ് വിഭവങ്ങൾ നൽകുന്നത് നിർത്തിയതിനെതിരെ ഇടത് MPമാർ കേരള ഹൌസിന് മുന്നിൽ പ്രതിഷേധ ധർണയും നടത്തി. തുടർന്ന് നാളെ തൊട്ട് പോത്തിറച്ചി വിളമ്പാൻ തീരുമാനമായി. പരാതി നൽകിയ വിഷ്ണു ഗുപ്തയ്ക്കെതിരെ കേസെടുക്കും. മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇത് കേരള ഹൗസിലെ ക്യാൻറ്റീനിലെ അടുക്കളയിൽ കയറിയോ എന്നുള്ളതല്ല പ്രശ്നം. മലയാളിയുടെ ഭക്ഷണ രീതിയെയും മലയാളിയുടെ ആത്മാഭിമാനത്തെയുമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ RSSകാരിൽ 70% പേരെങ്കിലും ബീഫ് കഴിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അത് ദില്ലി പോലീസ് നടത്തിയ പരിശോധനയും തുടർന്ന് ബീഫ് നിർത്തലാക്കിയതിനുമെതിരെ കേരള ഹൌസിൽ ഇടത് MPമാർ നടത്തിയ പ്രതിഷേധ ധർണയിലാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. ബീഫ് നിർത്തിയതിലൂടെ RSSനോട് അതിവിധേയത്വം ഉമ്മൻചാണ്ടി കാട്ടിയതായി പിണറായി കുറ്റപ്പെടുത്തി. വർഗീയ അജണ്ട നടപ്പിലാക്കുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇടത് MPമാരുടെ പ്രതിഷേധം. ദില്ലിയിലെ മലയാളി പത്രപ്രവർത്തകരും പ്രതിഷേധ ധർണ നടത്തി. ദില്ലിയിലെത്തിയ ചീഫ് സെക്രട്ടറി ജിജി തോംസണും വിഷയത്തിൽ ഇടപെട്ടു. പശുമാംസം വിൽക്കുന്നുവെന്ന വ്യാജ പരാതി നൽകിയ ഹിന്ദുസേന പ്രവർത്തകനെതിരെയും അനുവാദമില്ലാതെ പോലീസ് കേരള ഹൌസിൽ കയറിയതിനുമെതിരെ ദില്ലി പോലീസിന് രേഖാമൂലം പരാതി നൽകിയതായി ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അറിയിച്ചു. ബീഫ് നിർത്തിയതിലൂടെ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുകയാണ് കേരള ഹൌസ് അധികൃതരെന്ന വിമർശനം ശക്തമാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കേരള ഹൌസിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പ്രതിഷേധം കടുത്തതോടെ ബീഫ് റെയ്ഡിൽ നടപടി ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. പോലീസ് റെയ്ഡിനെ കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചപ്പോൾ പ്രതിഷേധവുമായി മുഖ്യമന്ത്രിമാർ രംഗത്തെത്തി. കേന്ദ്ര സർക്കാരിന്റെ നടപടി ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയെന്ന് VM സുധീരൻ കുറ്റപ്പെടുത്തി. ബീഫിന്റെ പേരിൽ കേരള ഹൌസിൽ ഇറങ്ങേറിയ അതിക്രമങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുകയാണ്. ദില്ലി പോലീസിനെ BJP സേനയെന്ന് വിശേഷിപ്പിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന മുഖ്യമന്ത്രിമാരെ BJP സേന അറസ്റ്റ് ചെയ്യുമോ എന്നും ട്വിറ്ററിൽ കുറിച്ചു. കേരള ഹൌസിൽ ഇറങ്ങേറിയ അതിക്രമങ്ങളെ ന്യായീകരിക്കാനാകില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. RSS BJP താൽപര്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കീഴടങ്ങിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമേന്ദ്രൻപിള്ള പറഞ്ഞു. കേരള ഹൌസിന്റെ മേലധികാരികളും സംസ്ഥാന ഗവൺമെന്റും ബീഫ് നിരോധിക്കുക വഴി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. ദില്ലിയിൽ പീഡനങ്ങളും കുറ്റകൃത്യങ്ങളും അരങ്ങേറുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ബീഫ് റെയ്ഡ് നടത്താനാണ് പോലീസിന് താല്പര്യമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. Feel very sad that the Delhi police has no other work except to search beef in state-run guest houses. അതേസമയം കേരള ഹൌസിൽ ഇറങ്ങിയേറിയ അതിക്രമങ്ങളെ BJP ന്യായീകരിച്ചു. The information I have is some fellow wanted to create a scene. Police got information. They just went there to inquire. പോലീസ് നടപടി ഫെഡറൽ സംവിധാനത്തിനെതിരല്ലെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു കൂട്ടിച്ചേർത്തു. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി കേരള ഹൌസിൽ ബീഫ് കറി വിൽപ്പന നിർത്തിയ സംഭവം വലിയ വിഷയമാക്കേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മറുപടി കേരള ജനതയെ അപമാനിക്കുന്നതാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. എന്നാൽ വിഷയം വാളിപ്പടർന്നതോടെ ദില്ലി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു. കേരള ഹൌസിൽ ബീഫ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ പ്രതിഷേധം ആളിപ്പടർന്നപ്പോൾ സംഭവം വലിയ വിഷയമാക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആദ്യ പ്രതികരണം. ഇവര് എവിടം വരെ ചെന്നു, എവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഇവര് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. മിതത്വം പാലിക്കേണ്ടതായിരുന്നു. നമ്മൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇന്ന് വരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി കേരള ജനതയെ അപമാനിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബീഫ് നിരോധനം സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നും ഇത് അവഗണിക്കണമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിച്ചപ്പോൾ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ബീഫ് വിൽപ്പന നിർത്തലാക്കിയതിലൂടെ സംസ്ഥാന സർക്കാരാണ് നിയമം ലംഘിച്ചതെന്ന് S രാമചന്ദ്രൻപിള്ള പ്രതികരിച്ചു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ദില്ലി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു. ന്യൂസ് ഡെസ്ക്. ചന്ദ്രബോസ് കേസിലെ ഒന്നാം സാക്ഷി അനൂപ് വീണ്ടും മൊഴി മാറ്റി. നിസാം ചന്ദ്രബോസിനെ കാറുകൊണ്ടിടിക്കുന്നത് കണ്ടുവെന്ന് അനൂപ് ഇന്ന് മൊഴി നൽകി. ഇന്നലെ അനൂപ് പ്രോസിക്യൂഷനെതിരായി മൊഴി നൽകിയിരുന്നു.
സാക്ഷി വിസ്താരത്തിന്റെ ആദ്യ ദിവസം കൂറിമാറിയ ഒന്നാം സാക്ഷി അനൂപാണ് ഇന്ന് കോടതിയിൽ മൊഴിമാറ്റിയത്. നിസാമിന്റെ ബന്ധുക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഇന്നലെ പ്രോസിക്യൂഷന് എതിരായി മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ പറഞ്ഞു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കുന്നതാണ് അനൂപിന്റെ മൊഴി. ജനുവരി 29 പുലർച്ചെ ശോഭാ സിറ്റിയിൽ വെച്ച് നിസാമും ചന്ദ്രബോസും തമ്മിൽ തർക്കമുണ്ടായതായും നിസാം ചന്ദ്രബോസിനെ മർദ്ദിച്ചതായും അനൂപ് പറഞ്ഞു. ചന്ദ്രബോസിനെ അപകടപ്പെടുത്താൻ ഉപയോഗിച്ച ആഡംബര വാഹനവും മർദ്ദിക്കാൻ ഉപയോഗിച്ച ബാറ്റണും അനൂപ് തിരിച്ചറിഞ്ഞു. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി കളവാണെന്നാണ് ഇന്നലെ അനൂപ് കോടതിയിൽ പറഞ്ഞത്. താൻ കൂറുമാറിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ തനിക്കും കുടുംബത്തിനുമുണ്ടായ അപമാനവും കുറ്റബോധവുമാണ് ഇന്ന് നിസാമിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചത്. അനൂപിനെ ഭീഷണിപ്പെടുത്തിയ നിസാമിന്റെ സഹോദരൻ റസാഖിനെതിരെ കേസെടുക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. നേരത്തെ സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ സാക്ഷികളുടെ കൂറുമാറ്റം പബ്ലിക് പ്രോസിക്യൂഷൻ നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകുമെന്നും ആരോപണ വിധേയനായ മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഒന്നാം സാക്ഷിയുടെ കൂറുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ കാര്യങ്ങൾ പരിശോധിക്കും. നിയമപരമായ എല്ലാ വശങ്ങളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും സാക്ഷിക്ക് ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഞാൻ തൃശൂർ റേഞ്ച് ഐജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അമിത് മിശ്ര ബാംഗ്ലൂരുവിൽ അറസ്റ്റിൽ. 34-കാരിയെ കയ്യേറ്റം ചെയ്യാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. ബോളിവുഡ് നിർമ്മാതാവായ വന്ദന ജെയിന്റെ പരാതിയിൽ ബാംഗ്ലൂരു പോലീസാണ് അമിതിനെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരുവിലെ ഒരു ഹോട്ടലിൽ അമിതിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ തന്നെ വാക്കാലും ശാരീരികമായും അപമാനിക്കാനും പീഡിപ്പിക്കാനും ശ്രമിച്ചെന്നാണ് വന്ദനയുടെ പരാതി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബംഗാൾ ടൈഗേഴ്സ് ടീമിന്റെ സഹ ഉടമ കൂടിയാണ് വന്ദന. സെപ്റ്റംബർ 25-നാണ് സംഭവമുണ്ടായത്. അറസ്റ്റ് ചെയ്ത അമിതിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവനന്തപുരത്ത് ആദായ നികുതി ഓഫീസിൽ CBI റെയ്ഡ്. കേരളത്തിലെ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അനിൽ ഗോയലിന്റെ CBI ചോദ്യം ചെയ്തു. വ്യവസായികൾക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് പരാതി. ഇയാളുടെ വീട്ടിലും CBI റെയ്ഡ് നടത്തി. ബീഹാറിലെ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സംസ്ഥാന തലസ്ഥാനമായ പട്നയടക്കം 50 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ 2 മക്കളും ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. സ്ഥാനാർത്ഥികളായ 808 പേരിൽ 215 പേരും ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്.